എൻഗേജ്മെന്റിന്റെ പേരിലൊക്കെ നടത്തുന്ന വൃത്തികേടുണ്ടല്ലോ, സത്യത്തിൽ ഇത്ലാഫുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കുന്ന കുറ്റം മാത്രമല്ല ഈ ടീമിന് കിട്ടുക. എൻഗേജ്മെന്റിന്റെ ഒക്കെ പേരില് എത്ര കിലോഗ്രാമാണ് ഈ മിഠായി ചോക്ലേറ്റും ഒക്കെ കൊണ്ടുപോകുന്നത്, എന്തെല്ലാം സാധനങ്ങൾ. സമ്പത്ത് നശിപ്പിക്കുക എന്നുള്ള ഒരു കുറ്റുണ്ട് ഒന്ന്. രണ്ടാമത്തത്, ഇത് റീൽസിലും ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോ സർവ്വവ്യാപകവും. അപ്പൊ പാവപ്പെട്ടവർ സമ്മർദ്ദത്തിലാവും, സാമൂഹ്യ സമ്മർദ്ദത്തിൽ പെടും. ഒരു മഹല്ലിലെ ഒരു വീട്ടുകാർ ഇങ്ങനെ കല്യാണം നടക്കുമ്പോൾ ആ മഹല്ലിലെ എല്ലാ പാവങ്ങളും കഷ്ടപ്പെടുകയാണ്. നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് അവർ വിചാരിക്കും. അവരും കൂടി കുടിസായതിന്റെ, അവര് മനസ്സ് വേദനിച്ചതിന്റെ കുറ്റം കൂടിയായിരിക്കും നമ്മൾ പേറേണ്ടി വരിക. ആരോടെങ്കിലും കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കും, അത് കൃത്യമായി പുലർത്തും. നാളെ തരാന്ന് പറഞ്ഞാൽ തരും. എൻ്റെ മോനെ നിങ്ങൾ നോക്കണേന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും, അത് നോക്കും. ഒരു കരാറിൽ ഒപ്പിട്ടാൽ അത് ലംഘിക്കൂല. അത് മുനാഫിഖാവാത്ത ഏതൊരു മനുഷ്യനും ഉണ്ടാവും. കരാർ കൃത്യമായി പുലർത്തണം. മഹാനായ ജീലാനി തങ്ങളെ കുറിച്ച് കുത്തുബിയത്തിന്റെ ബൈത്തിൽ നമ്മൾ പാടാറുണ്ടല്ലോ, ഖദ് ഖുംത ബിസ്വിദ്ഖി വൽ ഇഖ്ലാസി വസ്സുഹദി വല്ലിജ്തിഹാദി വഫി യൽവഅദി വല്ലഹദി. ജീലാനി തങ്ങൾ 6 പ്രത്യേകതയാണ് അതിൽ പറയണത്. അതിലെന്താ ഒന്ന് പറയണത്? വഫിയൽ വഅദി വല്ലഹദി, കരാർ കൃത്യമായി പുലർത്തും. മുനാഫിഖിന്റെ അടയാളാണ് കളവ് പറയലും കരാർ ലംഘിക്കലും വാക്ക് ലംഘനവും തെറ്റിയാൽ അസഭ്യം പറയലും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതോ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് അവസാനം പറഞ്ഞത്. മുനാഫിഖിന്റെ അടയാളാണ് ഇദാ ഖാസമ ഫജറ, തെറ്റിയാൽ തമ്മാടിത്തം പറയും. മൂപ്പര് നമുക്ക് പണ്ടേ അറിയാം തെറ്റിയിട്ടുണ്ടാവും, അതാ കാരണം. മൂപ്പരെ പണ്ടേ നമുക്കറിയാം തെറ്റിയാൽ അസഭ്യം പറയണത് മുനാഫിഖിന്റെ അടയാളാണ്. നമ്മൾ ആ പരിപാടിക്ക് കരുത്, അതിന്റെ അഹലുകാരാവാൻ പാടില്ല. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആരോടൊരു കരാർ പറഞ്ഞാൽ അത് പൂർത്തിയായിക്കൊടുക്കും. അടുത്ത ഒന്നാണ് കസീറു ദുആഇ ലിൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങൾക്ക് നല്ലോണം ദ്വാരന്ന് കൊടുക്കും. നമ്മളെ കാര്യം ദ്വാരന്ന് പോകാന്നല്ലാതെ നമുക്ക് അതിനും സമയമില്ല. ഒറ്റക്കാരെങ്കിലും ഇപ്പം ദ്വാരക്കാറുണ്ടോ? എപ്പോഴെങ്കിലും ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിന് വന്ന് പോകുകയെന്നല്ലാതെ ഒറ്റക്കുള്ള ദ്വാക്ക് വളരെ കുറഞ്ഞുപോയി. ആരാ ഒറ്റക്ക് ദ്വാരക്കണത്? കൂട്ടുപ്രാർത്ഥനക്ക് വലിയ ഫലമുണ്ട്, ഇജാബത്തുണ്ട്, സാധ്യതയുണ്ട്. സ്വാലിഹീങ്ങൾ കൂടുതൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാവും. ശരി, ഒറ്റക്കും ദ്വാരക്കണം. നമ്മൾ ഒറ്റക്കും നന്നായി ദ്വാരക്കണം, കുറേ നേരം ദ്വാ ചെയ്യണം. പഴയ കാലത്തൊക്കെ പള്ളിയിൽ ഇശാമരുവിൻ്റെ ഇടയിൽ ഖുർആൻ ഓതിയിട്ട് അങ്ങിങ്ങായി ഒരു 8 പേര് ഒറ്റയായി ഇങ്ങനെ ദ്വാരക്കും. അതിനൊന്നും ഇപ്പം ആർക്കും സമയമില്ല. അതുപോലെ നമ്മുടെ ദുആയിൽ ബാക്കിയുള്ളവർ കൂടി ഉണ്ടാവണം. മറ്റുള്ളവർക്ക് നമ്മൾ ദുആ ചെയ്താൽ, ഒരാളുടെ അഭാവത്തിൽ നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരാൾക്ക് നമ്മൾ ദ്വാരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു സുഹൃത്തിന്റെ മകൾ വിവാഹപ്രായത്തിൽ നല്ലൊരു വരനെ നമ്മളെ ഇന്നാലെന്ന റഫീഖിന്റെ അല്ലെങ്കിൽ ഷഫീഖിന്റെ മകൾക്ക് നീ കൊടുക്കണേ നമ്മൾ ദ്വാരുന്നു. നമ്മളെ മോള് ഇനി അടുത്ത കൊല്ലം കല്യാണം കഴിക്കേണ്ടതാ. ഈ ദ്വാന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ മകൾക്ക് നല്ല വരനെ കണക്കാക്കും. കാരണം മലക്കൾ ദ്വാരക്കും. അതുകൊണ്ട് തന്നെ മഹാന്മാര് അവരുടെ സ്വന്തം ആവശ്യം പൂർത്തിയാവാന് ഇങ്ങനെ കൂടി ചെയ്യാറുണ്ട്. അവര് അവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദ്വാരക്കും. അപ്പൊ ഇവരുടെ ആവശ്യവും ദ്വാരക്കും, ഇജാബത്ത്. ഈ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന് അതിന് പറയല്, ബാക്കിയുള്ളവരെ ഉൾക്കൊള്ളാനും കൂടി നമുക്ക് കഴിയണം. ഒറ്റയാനായി ജീവിക്കരുത്, ബാക്കിയുള്ളവരെ കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അത് വളരെ പ്രധാനമാണ്. റിഫായി ശൈഖിന്റെ ജീവിതം മുഴുവൻ എടുത്തു നോക്കിയാൽ ഒറ്റയാനായി ജീവിച്ചിട്ടല്ല അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സിന്റെ ഉടമയാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. റിഫായി ശൈഖിന്റെ അടുത്ത ഒരു പ്രത്യേകത, യസിലു മൻ ഖതഅഹു, ബന്ധം മുറിച്ച ആളോട് ബന്ധം അങ്ങോട്ട് പോയി ചേർക്കും. റിഫായി ശൈഖിന്റെ പ്രത്യേകത
അയാൾ നമ്മളെ വിളിക്കലൊന്നുമില്ല, അതുകൊണ്ട് ഞാനും അങ്ങോട്ട് വിളിക്കില്ല എന്നല്ല. ചങ്ങായിമാരെ, കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഇങ്ങോട്ട് ഇല്ലാത്തവളോട് അങ്ങോട്ട് ബന്ധം ഉണ്ടാക്കലാണ് ചേർക്കുക എന്ന് പറയല്. എൻ്റെ മോനെ 1ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചിട്ട് 2ാം ക്ലാസ്സിൽ ചേർത്തു എന്നാരും പറയൂല, 2ാം ക്ലാസ്സിൽ എത്തിന്നേ പറയും. ഇതുവരെ ചേരാത്തവനോടാണ് 1ാം ക്ലാസ്സിൽ ചേർത്തു എന്ന് പറയല്. എൻ്റെ മോൻ 4ൽ നിന്ന് പാസ്സായിട്ട് 5ൽ എത്തി എന്നല്ലാണ്ട് 4ൽ നിന്ന് പാസ്സായിട്ട് 5ൽ ചേർത്തു എന്നാരും പറയാം. ഇങ്ങോട്ട് ബന്ധമില്ലാത്ത ആളാണ് അങ്ങോട്ട് ബന്ധം ഉണ്ടാക്കുമ്പോഴാണ് ചേർത്തു എന്ന് പറയാം. അതാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നാണ് ഇസ്ലാമിൽ പ്രയോഗിക്കുക. സിലത്തുർ റഹിം, ഇങ്ങോട്ട് ബന്ധമില്ലാത്ത ആളോട് അങ്ങോട്ട് ചേർക്കുക, അതാണ് സിലത്തുർ റഹിം എന്ന് പറയുന്നത്. കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ ദുആ ഒരു രാവിലും, അത് 27ാം രാവ് റമദാനായാലും മെഹറാജ് ആയാലും ബറാത്ത് രാവായാലും ഏത് നല്ല സമയത്ത് സ്ഥലത്തായാലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇതിലാരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചാളുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞു. 2-3 തവണ ഇത് പറഞ്ഞപ്പോൾ സഭയിൽ നിന്ന് ഫഖാമ റജുലു മിൻഹും, ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, ഉസ്താദ് എന്താ ഉദ്ദേശിച്ചത്, നമുക്ക് മനസ്സിലാവണില്ലല്ലോ. അതിന് മഹാന്റെ മറുപടി, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാതിഉർ റഹീം. കുടുംബ ബന്ധം മുറിച്ച ഒരുത്തൻ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുആ സ്വീകരിക്കൂല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ദുആർക്കാൻ പോവാണ്, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എണീറ്റ് പോകണം. ഈ സഭന്റെ ദുആഇന്റെ ഇജാബത്ത് ആ ചങ്ങായിനെ കൊണ്ട് ഇവിടെ ഇല്ലാതാക്കരുത്. ഈ ചരിത്രത്തെ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് തന്നെ ഉണ്ട്. ആ കിതാബ് കുടുംബ ബന്ധം ചേർക്കലിന്റെ മഹത്വമാണ് പ്രധാനമായും പറയുന്നത്. കിതാബിന്റെ പേര് അസ്നൽ മത്വാലിബ് ഫീ സുലത്തിൽ അഖാരിബ്. ഈ ചരിത്രം വിശദീകരിച്ച് മഹാൻ പറയാ, കുടുംബ ബന്ധം മുറിച്ച ആളുടെ ദുആ സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, അയാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് തന്നെ ആ പ്രശ്നം ഉണ്ടാവുമെങ്കിൽ അയാൾക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും. അയാൾ എന്ത് ചൊല്ലിയിട്ട് എന്താ വേണ്ടത്, അയാൾ എത്ര ഓതിയിട്ട് എന്താ വേണ്ടത്. കുടുംബ ബന്ധം മുറിക്കുന്നവരായി നമ്മൾ മാറരുത്. ആര് ബന്ധം ഇങ്ങോട്ട് ചേർത്താലും ഇല്ലെങ്കിലും അങ്ങോട്ട് നമ്മൾക്ക് കണക്ഷൻ ഉണ്ടാവണം. അവരുടെ മകളുടെ കല്യാണത്തിന് നമ്മുടെ പുതിയാപ്പിള അറിയൊന്നും വിളിച്ചിട്ടില്ലല്ലോ എന്നുള്ള കുടുസായ ചിന്ത നമുക്കുണ്ടാവരുത്. നമ്മളെ പുതിയ കല്യാണത്തിന് വിളിക്കുന്ന സമയത്ത് നമ്മളെ പുതിയാപ്പിളാറെല്ലാം ഫോണിലൂടെ വിളിച്ചിട്ടേ ഉള്ളൂ, അവരെല്ലാം നേരിട്ട് വിളിച്ചിരുന്നു. എന്താ ചങ്ങന്മാർ ഈ നിസ്കാരെല്ലാം നിസ്കരിച്ചിട്ട് എന്ത് നമ്മുടെ കൽബിൽ മാറ്റം ഉണ്ടാവണത്. കൊണ്ടുവന്ന കായ്ക്കൊലയും അലുവയും കണക്കാക്കിയിട്ടാണോ കുടുംബ ബന്ധം ചേർക്കേണ്ടത്? മാമൂലാണോ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല്? ഈ എൻഗേജ്മെന്റിന്റെ പേരിലൊക്കെ നടത്തുന്ന വൃത്തികേടുണ്ടല്ലോ, സത്യത്തിൽ ഇത്ലാഫുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കുന്ന കുറ്റം മാത്രമല്ല ഈ ടീമിന് കിട്ടുക. എൻഗേജ്മെന്റിന്റെ ഒക്കെ പേരില് എത്ര കിലോഗ്രാമാണ് ഈ മിഠായി ചോക്ലേറ്റും ഒക്കെ കൊണ്ടുപോകുന്നത്, എന്തെല്ലാം സാധനങ്ങൾ. സമ്പത്ത് നശിപ്പിക്കുക എന്നുള്ള ഒരു കുറ്റുണ്ട് ഒന്ന്. രണ്ടാമത്തത്, ഇത് റീൽസിലും ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോ സർവ്വവ്യാപകമാവും. അപ്പൊ പാവപ്പെട്ടവർ സമ്മർദ്ദത്തിലാവും, സാമൂഹ്യ സമ്മർദ്ദത്തിൽ പെടും. ഒരു മഹല്ലിലെ ഒരു വീട്ടുകാർ ഇങ്ങനെ കല്യാണം നടക്കുമ്പോൾ ആ മഹല്ലിലെ എല്ലാ പാവങ്ങളും കഷ്ടപ്പെടുകയാണ്. നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് അവർ വിചാരിക്കും. അവരും കൂടി കുടുസായതിന്റെ, അവര് മനസ്സ് വേദനിച്ചതിന്റെ കുറ്റം കൂടിയായിരിക്കും നമ്മൾ പേറേണ്ടി വരിക.